ഹൗ ആ ടി ജി മോഹൻദാസ് അറസ്റ്റ് നാടകത്തിന് എത്ര പെട്ടെന്നാണ് പര്യവസാനം ഉണ്ടായി നോക്കണേ. അർജുൻ ആയങ്കി അറസ്റ്റുമായി ബന്ധപ്പെട്ട് ബാലൻസ് ചെയ്യിക്കാൻ വേണ്ടി ഇന്നലെ ആഭ്യന്തര വകുപ്പ് നടത്തിയ നാടകമായിരുന്നു ഈ നാട്ടിലെ സ്ത്രീകളെയും ഒപ്പം തന്നെ പാറ്റാ സമരത്തിൽ പങ്കെടുത്ത കുട്ടികളെയും വെടിവെച്ച് കൊല്ലണമെന്ന് പറഞ്ഞ ആൾക്ക് കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നോടിയായിട്ട് ജാമ്യം. ഒരു സിഐയുടെ അടുത്ത് അറസ്റ്റിന്റെ പേരിൽ ചോദ്യം ചോദിച്ച വ്യക്തിക്ക് കാപ്പയും. എന്തൊരു വിസ്മയമാണ് നമ്മുടെ നാട്ടിൽ. ടി ജി മോഹൻദാസിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. ടി ജി മോഹൻദാസിന് ജാമ്യം. ഇന്നലെ എറണാകുളത്ത് നിന്ന് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്ത ടി ജി മോഹൻദാസിന് വിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ട കേസിൽ ഇന്നലെ സൈബർ പോലീസ് കസ്റ്റഡിയിലെടുത്ത ടി ജി മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ കോടതിയിൽ നിന്ന് ടി ജി മോഹൻദാസിന് ജാമ്യം കിട്ടിയിരിക്കുന്നു എന്ന ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് റിപ്പോർട്ടർ ടിവി ബ്രേക്ക് ചെയ്യുന്നത്. ടി ജി മോഹൻദാസിന് ജാമ്യം. കേട്ടല്ലോ, ദേ പോയി ദാ വന്നു. പക്ഷേ ഇന്നലകളിൽ എന്തായിരുന്നു കേരളത്തിലെ കോൺഗ്രസുകാരുടെ ആഘോഷം എന്നറിയണ്ടേ? അതിൽ ഒരു പ്രതികരണം നിങ്ങൾ എടുത്ത് കേൾക്കേണ്ടതുണ്ട്. കാര്യം വാചകം അടിച്ച് എങ്ങനെയാണ് ചില സന്ദർഭങ്ങളിൽ സ്കോർ ചെയ്യാൻ ശ്രമിക്കുന്നത് നാട്ടുകാർ മനസ്സിലാക്കേണ്ടതാണ്. വിവാദ പരാമർശങ്ങൾ, കേരളത്തിലെ സ്ത്രീകൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ്, അങ്ങനെ ചെയ്യേണ്ടവരാണെന്നും പാറ്റാ വിപ്ലവത്തിൽ പങ്കെടുത്ത കുട്ടികളെല്ലാം വെടിവെച്ചു കൊല്ലുന്നത് വിശദീകരിച്ച് പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. 70-ാം വയസ്സിൽ വഷളത്തരം പറഞ്ഞ വ്യക്തിക്ക് ഇത്ര പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ ജാമ്യം കിട്ടുമ്പോൾ കോൺഗ്രസുകാരടിച്ച വായ്ത്താരികൾ നാട് കേൾക്കണം. അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. പൂട്ടുമ്പോ നമ്മൾ മണിച്ചിത്ര താഴ്ത്തു പൂട്ടണം. നമ്മളൊരു പൂച്ചയെ വീട്ടിൽ നിന്ന് ഇറക്കി വെളിയിലേക്ക് എറിയുമ്പോൾ ഡോർ അടച്ചിടണം. അപ്പൊ സ്വാഭാവികമായും നിയമത്തിന്റെ എല്ലാ പഴുതുകളും അദ്ദേഹത്തിന് എവിടെയൊക്കെയാണോ പഴുതുകളിലൂടെ ഊരിപ്പോകാൻ സാധിക്കുക അത് മുഴുവൻ അടച്ചിട്ട് വേണം. അതായത് പിടിക്കാൻ പോകുന്ന സ്രാവിനെ പിടിക്കാൻ തക്കവണ്ണം ശക്തിയുള്ള വലയുമായിട്ട് വേണം ഇറങ്ങാൻ. കേട്ടല്ലോ, എങ്ങനെയാണ് പൂട്ടേണ്ടത്? നിയമങ്ങൾ വെച്ചുള്ള അവരുടെ ആ മണിച്ചിത്രത്താഴിട്ടുള്ള പൂട്ട് കണ്ടില്ലേ? 24 മണിക്കൂർ തികച്ചില്ലാത്തതാണ് കോൺഗ്രസിന്റെ മണിച്ചിത്രത്താഴ് പൂട്ട്, പ്രത്യേകിച്ച് സംഘപരിവാറുകാർക്ക് നേരെ. അർജുനായങ്കിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനമുയർന്നു. ടി ജി മോഹൻദാസിന് 11 ദിവസമായിട്ട് FIR ഇട്ട് കണ്ണടച്ചതിന് ശേഷം അറസ്റ്റ് നടത്തേണ്ടത് ഞാനാണോ? എനിക്കങ്ങനെ പറയാൻ പറ്റില്ല എന്നൊക്കെ ചെന്നിത്തല ജി പറഞ്ഞത് എന്തുകൊണ്ടെന്നും, പോയ വേഗത്തിൽ, അതായത് വിഷമിക്കേണ്ട, ഞങ്ങൾ തന്നെ നിങ്ങളെ കൊണ്ടുപോയ ജീപ്പ് തിരിച്ചു കൊണ്ടാക്കി തരാമെന്ന ഉറപ്പ് കൊടുത്ത് വിളിച്ചോണ്ട് പോയി അതേ വേഗത്തിൽ തന്നെ തിരിച്ച് പോലീസിന്റെ ജീപ്പിൽ തന്നെ ചെന്നിത്തല മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തിരിച്ചു കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാനുള്ള അവസരം ഉണ്ടാവുകയാണ്. കേരളത്തിൽ സംഘപരിവാറിനുണ്ടായിരിക്കുന്ന സ്വാധീനം നോക്കണേ. മുൻകാലത്ത് ജിഷ കൊലക്കേസുമായി ബന്ധപ്പെട്ട് വിവാദമായപ്പോൾ പോലീസുകാരെ മുഖം മൂടിക്കെട്ടി പ്രതികളെ അറസ്റ്റ് ചെയ്തു എന്ന നാടകം കളിച്ചതുപോലെ അർജുൻ ആയങ്കിക്കെതിരെയുള്ള അറസ്റ്റിനു വേണ്ടി ടി ജി മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തു എന്ന് നാട്ടുകാരെ ജസ്റ്റ് ഒന്ന് കാണിച്ച് അപ്പൊ തന്നെ വിട്ടയച്ച ഒരു സൗഹൃദം. കുടുംബത്തിനകത്തൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാവുന്ന വിഷയമല്ലേ ഉള്ളൂ. ആ രീതിയിൽ അറസ്റ്റ് നാടകം കൊണ്ട് ഇടതുപക്ഷത്തിന്റെ ആശയം പറയുന്ന ഒരു വ്യക്തി ആ വ്യക്തിയെ കാപ്പ ചുമത്തി ജയിലിൽ അടയ്ക്കാൻ വേണ്ടി കാണിച്ച നമ്പറാണെന്ന് നാട്ടുകാർക്ക് ബോധ്യപ്പെടുന്നുണ്ടോ? ഇതൊക്കെയാണ് റിയൽ കോൺഗ്രസ്. RSSകാർ ശിക്ഷിക്കപ്പെടുന്നു, ജയിലിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിക്കുന്നിടത്തോളം സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയ ഇത്രയും ശക്തമായതുകൊണ്ട് അവർക്ക് അങ്ങനെ ചെയ്തു പോകേണ്ടി വരുന്നു. ആ പോകേണ്ടി വന്നതിന്റെ പ്രായശ്ചിത്തം എത്ര പെട്ടെന്നാണ് ചെയ്തു കൊടുക്കുന്നു എന്ന് നാട്ടുകാർ കണ്ടു മനസ്സിലാക്കിയാൽ മതി.